അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എലക്ഷൻ കഴിഞ്ഞ് രണ്ട് മുന്നണികളിലെയും വല്യേട്ടന്മാർ, ഇടതു മുന്നണിയിൽ CPM-ഉം വലതു മുന്നണിയിൽ കോൺഗ്രസും അവരെ പിന്തുണച്ച മതമൗലികവാദ പാർട്ടികളെ തള്ളിപ്പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ കാലാകാലങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അവർ നടത്തുന്ന അവർ പ്രകടിപ്പിക്കുന്ന ഒരു സാമർഥ്യമാണ്. അതിനവരെ കുറ്റം പറയാൻ പറ്റൂല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്. ആ കളിയിൽ ഓരോ സാമൂഹിക വിഭാഗങ്ങളെയും തങ്ങളുടെ സമയാസമയങ്ങളിലെ അജണ്ടകൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അതാത് നേതാക്കന്മാരുടെ സാമർഥ്യവും കൗശലവും അവരുടെ കുതന്ത്രവുമെല്ലാം പ്രകടമാകേണ്ട മേഖലകൾ തന്നെയാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഘട്ടത്തിൽ അബ്ദുൽ നാസർ മഅദനിയുടെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെയും സഹായം ചില ഇലക്ഷനുകളിൽ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മാധ്യമങ്ങൾ അതൊരു പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അബ്ദുൽ നാസർ മഅദനിയെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും സഖാവ് EMS നമ്പൂതിരിപ്പാട് മഹാത്മാഗാന്ധിയോടാണ് ഉപമിച്ചത്. സഖാവ് നമ്പൂതിരിപ്പാട് പറഞ്ഞ ഇതാണ്: മത അധ്യാപനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്ര സേവന പ്രവർത്തനങ്ങളിൽ നിരതനായ ഈ രാഷ്ട്രത്തിൻ്റെ അമരക്കാരനായ രാഷ്ട്രപിതാവായി വളർന്ന മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മതവിശ്വാസവും അദ്ദേഹത്തിൻ്റെ മതാത്മകതയും നമ്മുടെ രാഷ്ട്രത്തിന് എപ്രകാരമാണോ മുതൽക്കൂട്ടായത്, ഇതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെയും അബ്ദുൽ നാസർ മഅദനിയുടെയും മതവിശ്വാസവും അവരുടെ മതഭക്തിയും നമ്മുടെ ദേശീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. തൻ്റെ കാലഘട്ടത്തിൽ തന്നെ തികഞ്ഞ മതവിശ്വാസിയും മതപണ്ഡിതനുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താനും തൻ്റെ കൂടെ കൂട്ടാനും മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് അബ്ദുൽ നാസർ മഅദനിയെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയണം, കൂടെ കൂട്ടാൻ കഴിയണം എന്നാണ് EMS പറഞ്ഞത്. ഇതുപോലെ കാലാകാലങ്ങളിൽ ഓരോ ബന്ധങ്ങളും ബന്ധവിച്ഛേദനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും അത് പറയേണ്ട കോലത്തിലും രൂപത്തിലും സമൂഹത്തോട് പറയാനുള്ള ആ ഒരു വാചക വൈഭവവും മിടുക്കും വളർത്തിയെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വളരെ വലുതാണ്. ആ രംഗത്ത് സ്തുത്യർഹമായ നിലയിൽ മുന്നേറാൻ ഇപ്പോൾ നമ്മുടെ വെൽഫെയർ പാർട്ടിക്കും SDPIക്കും ഒക്കെ കഴിയുന്നുണ്ട് കുറച്ച് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് SDPI പ്രവർത്തകനായ ഫസലിനെ കൊലപ്പെടുത്തിയ പാർട്ടിയല്ലേ CPM എന്ന് SDPIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഫസല് SDPIയുടെ പ്രവർത്തകനായിരുന്നില്ലല്ലോ എന്ന് SDPIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞത് വലിയ ഒരു അപരാധമായി പല ആളുകളും ഉയർത്തിക്കാട്ടുകയുണ്ടായി. ചില സംഘടനാ പ്രവർത്തകർക്കും അത് വിഷമമുണ്ടാക്കി. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വർത്താനം പറഞ്ഞ് പഠിക്കേണ്ടത്. കാരണം ഫസല് ജീവിച്ചിരുന്ന കാലത്ത് SDPI എന്ന് പറയുന്ന പാർട്ടി ഇല്ല. അതിന്റെ പ്രത്യയശാസ്ത്ര ധാര, ആ സരണി, അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ പാർട്ടിയുടെ പേരിന് വലിയ പ്രസക്തിയുണ്ടല്ലോ. അപ്പോൾ SDPI ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ള കാലത്ത് ജീവിച്ചിരുന്ന ഫസലിന് SDPIയുടെ പ്രവർത്തകനാകാൻ കഴിയില്ല. അത് ലത്തീഫ് പറഞ്ഞത് ആ പറഞ്ഞ വാചകം ശരിയാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഏതൊരു സെന്റൻസിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രയുക്തമാകുന്ന സന്ദർഭത്തെ കൂടി, അല്ലെങ്കിൽ ആ പ്രസ്താവന നടത്തുന്നതിന് പ്രേരകമാകുന്ന, പ്രകോപനമുണ്ടാക്കുന്ന ചോദ്യങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം.
ഇപ്പൊ മൗലാന മൗദൂദി വെൽഫെയർ പാർട്ടിയുടെ ആളായിരുന്നില്ല എന്ന് ഒരു വെൽഫെയർ പാർട്ടിക്കാരൻ, അതായത് മൗലാന മൗദൂദി എഴുതിയ ഒരു വരി എടുത്ത് പൊക്കിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു RSSകാരനോ വരുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് പ്രതികരിക്കുകയാണ്. അതിനെന്താ, മൗലാന മൗദൂദി വെൽഫെയർ പാർട്ടിക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? കാരണം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഇന്നാളുണ്ടായ കേരളത്തിലെ ഒരു പാർട്ടിയാണ്. അതിന് പാകിസ്ഥാനിൽ മരിച്ചുപോയ മൗലാന മൗദൂദി, അദ്ദേഹം ആ കാലത്തില്ല. വെൽഫെയർ പാർട്ടി ഉണ്ടാവുന്ന കാലത്ത് മൗലാന മൗദൂദി ഇല്ല. അതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൗലാന മൗദൂദി മരിച്ചുപോയി. അപ്പോ അത് ശരി തന്നെയല്ലേ? അതുപോലെ തന്നെ ഒരു സമസ്തക്കാരൻ എന്തെങ്കിലും ആവശ്യം വന്നപ്പോ പറയുകയാണ് മമ്പുറം സൈദലവി തങ്ങള് അല്ലെങ്കിൽ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ഇബ്നു ഹജറുൽ ഹൈത്തമി സമസ്തക്കാരനായിരുന്നില്ല എന്ന് പറഞ്ഞ അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്ക്, സമസ്തയുടെ ആദർശത്തിന് മമ്പുറം സൈദലവി തങ്ങളുടെയോ അല്ലെങ്കിൽ ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെയോ ഒന്നും ആദർശ നൈരന്തര്യമില്ല എന്നാ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പോൾ വർത്തമാനം പറഞ്ഞു പഠിക്കുക എന്നുള്ളത്, സമയാസമയങ്ങളിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പുകളിലെ സജീവമായ പങ്കാളിത്തത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അത് വളരെ കുറച്ചൊക്കെ തൃപ്തികരമായ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അതായത് വെൽഫെയർ പാർട്ടി ആകട്ടെ, SDP ആകട്ടെ, PDP ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, ഇനി മുസ്ലിങ്ങളെ പണ്ടത്തെ പോലെ പറ്റിക്കാനോ കുരങ്ങ് കളിപ്പിക്കാനോ CPM-നോ കോൺഗ്രസിനോ VD സതീശനോ ഗോവിന്ദൻ മാസ്റ്റർക്കോ കഴിയില്ല എന്ന യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ അത്തരം മതേതര യജമാനന്മാര്, മതേതരത്വത്തിന്റെ കുത്തകക്കാര് കുറച്ചൊക്കെ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ചില സന്ദർഭങ്ങളിലും ഒക്കെ പ്രകടമാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഉയരണം. ഇപ്പോ ഉടനെ തന്നെ, അതായത് ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് UDF-ന്റെ നേതാക്കന്മാരും, അതുപോലെ SDP-യുടെ യാതൊരു സഹായവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് CPM-ഉം വരുന്ന ദിവസങ്ങളിൽ പറയും. അത് പറയുന്നതിന്റെ ചില ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ നിലയ്ക്ക് SDP-ക്കാരെ കളിയാക്കാൻ വേണ്ടി ചില ലീഗുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് വെൽഫെയർ പാർട്ടിയുടെ ചില ശത്രുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിൽ നമ്മൾ ഏറ്റെടുക്കുകയും ആ കളിയാക്കലിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായ ഒരു ആത്മരതി നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ആത്യന്തികമായി ഒരു ലാബാണ്, ഒരു കളിയാണ്. ഇങ്ങനെ വേണം നമ്മൾ പയറ്റി തെളിഞ്ഞു വരാൻ. ഈ സതീശന്റെയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷിന്റെയും പിണറായിയുടെയും ഒക്കെ കുടില ബുദ്ധികളെ അതിജീവിക്കാൻ സാധുക്കളായ നമുക്ക് കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇലക്ഷനുകളിലൂടെ, പിന്തുണ പ്രഖ്യാപനങ്ങളിലൂടെ, പിന്തുണ നിരാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.